ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമേസിങ് മൂവി. പടം ഡയറക്റ്റഡ് ബൈ ജോഫിൻ ടി ചാക്കോ. പുള്ളിക്കാരുടെ മുന്നത്തെ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടി വെച്ചെടുത്ത ഫസ്റ്റ് പടമായിരുന്നു. എനിക്കത് അധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ പടം പുള്ളിക്കാരൻ അറിഞ്ഞ് പഠിച്ച് പണിയെടുത്ത് ചെയ്ത പടമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ജോൺ മാത്രിക്കൽ ആൻഡ് രാമു സുനിൽ. രാമു സുനിലാണ് ഇതിൻ്റെ സ്റ്റോറി ഗംഭീര സ്റ്റോറിയാണ്. നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ക്യാച്ചബിൾ സ്റ്റോറി അല്ലെങ്കിലും വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാത്ത സാധനം. പക്ഷെ സാധനം ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. മെയിൻ കാസ്റ്റിംഗ് ആണ് എടുത്തു പറയുന്നത് ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, മൂവി സെലക്ഷൻ ഇപ്പോൾ വേറെ ലെവൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ആസിഫ് അലിയുടെ സ്ക്രീൻ പ്രസൻസ്, വാവ്. ഫഹദ് ഫാസിലിനെ പോലെ പുള്ളിക്കാരൻ്റെ ഒരു ഫേസിൽ എക്സ്പ്രഷൻ പോലും അത്ര മൈന്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾ ആസിഫ് അലി എൻട്രി ചെയ്തിരിക്കുകയാണ് ആഫ്റ്റർ ഫഹദ് ഫാസിൽ. കിടിലം ആക്ടിങ്, കിടിലം പെർഫോമൻസ് എന്താണെന്ന് ഇനി കുറേ പേര് ആസിഫ് അലിയെ കണ്ട് പഠിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രില്യൻറ്റ് പെർഫോമൻസ് ആസിഫ് അലി, ഒരു രക്ഷയില്ല. പിന്നെ അനശ്വരയൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളി. അവരൊക്കെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. അവിടെ പെർഫോമൻസ് അടിപൊളി. പിന്നെ മനോജ് കേജനൊക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരനൊക്കെ കിടിലം റോളുണ്ട്. പിന്നെ നമ്മുടെ സിദ്ദിഖൊക്കെ വന്ന് തകർത്തിട്ട് പോകും. സിദ്ദിഖിന് തുടക്കം വരുന്ന സാധനം സിദ്ദിഖൊക്കെയാണ്. അങ്ങനെ പണി വെടുപ്പാട് ചെയ്തിട്ട് പോകും എപ്പോഴത്തെ പോലെ തന്നെ. പിന്നെ സെറിൻ എന്ന് പറഞ്ഞ ആട്ടം സിനിമ എന്ന് പറഞ്ഞാൽ അതിനാണ് പുള്ളിക്കാരുടെ ഫസ്റ്റ് എൻട്രി ഞാൻ കാണുന്നത്. ആ പുള്ളിക്കാരനകത്ത് മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിശാന്ത് സാഗറുണ്ട്, പുള്ളിക്കാരന് ലീഡിങ് റോൾ ചെയ്യുന്നുണ്ട്. അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാവരും. പുള്ളിക്കാരൻ നല്ല ഗോത്തോട് പടത്തിൻ്റെ എൻഡ് വരെ പുള്ളിക്കാരൻ ഇങ്ങനെ പോവും. പിന്നെ സായി കുമാറുണ്ട്, പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടനുണ്ട്, ഇനി ഒരുപാട് ഇന്ദ്രൻസേട്ടൻ, കുറേ കാസ്റ്റ് ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ തീരൂല. ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. എപ്പോൾ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കാസ്റ്റിംഗാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്. കിടിലം എഡിറ്റിംഗ്, പണി അറിയാവുന്ന ആൾ തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പൊളി എഡിറ്റിംഗ്. പിന്നെ മ്യൂസിക് എടുത്ത് പറയണം, മുജീബ് മജീദാണ് മ്യൂസിക്. 2 സോങ് ഉണ്ട്. 2 സോങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അനാവശ്യ സോങ് സെറ്റപ്പ് ഒന്നുമില്ല. ആവശ്യത്തിന് കറക്റ്റ് പ്ലേസിലായിട്ട് സോങ് അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജോഫിൻ്റെ ഈ പടം ഒരു റിമാർക്കബിൾ തന്നെ ആയിരിക്കും. അടിപൊളി സിനിമ. പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പടം എൻജോയ് ചെയ്യും. ഇത് പടത്തിൻ്റെ ക്രൗഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പടം എങ്ങനെ കയറി കൊളുത്തു എന്നുള്ളത്. ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇസ് റിയലി അമേസിങ്. ആസിഫ് അലി ഒരു രക്ഷയില്ല. ആസിഫ് അലി ഇനി പിടിച്ചാലും കിട്ടൂല. പുള്ളി ഇനി കയറി ഒരു വരും. ഇനി അങ്ങോട്ട് സിനിമ ഇൻഡസ്ട്രിയിലെ ഇനിയുള്ള എല്ലാ പുതുമുഖങ്ങളും കയറി ഉറപ്പാണ്. അതിൽ ആസിഫ് അലി ഒരാളാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. മുട്ടി നിൽക്കുക എല്ലാവരുടെ കൂടെ. അത് സമ്മതിച്ചു തന്ന ആസിഫ് അലി സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ച് ഇങ്ങനെയല്ല. അതാണ് ഡബ്ബിങ് പോലും ഒരാൾ കാണുന്നത് പഠിക്കും. എക്സ്പെഷ്യലി മമ്മൂട്ടിയുടെ ഒക്കെ ഡബ്ബിങ് സ്റ്റുഡിയോ ചെന്ന് കണ്ട് പഠിക്കുകയാണ് ആസിഫ് അലി സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. കുറേ കാര്യങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാവും. ആസിഫ് അലി ഒരാളെ ലിസണിങ് ചെയ്യുന്നത് കിട്ടിലമായിട്ട് അത് നിങ്ങൾ കാണുന്നത് മനസ്സിലാവും. ഒരാൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന ഉൾക്കൊള്ളുന്ന രീതി, അത് ബ്രില്യൻ്റ് ആയിട്ട് അത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ആസിഫ് അലിയുടെ ഫേസിൽ. നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നാലോചിക്കുക. സനോഫർമാൻ KC എല്ലാം ആവട്ടെ. ബൈ.